അഷ്ടവതി പൗട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരും കവിളിനുള്ളി അവരുടെ കോതകളിൽ ഞാനൊരു രാധയായി എന്റെ കായാമ്പൂവർണ്ണൊഴി എന്താ വല്ലാത്തൊരു ഇളക്കം. പരമനായുടെ അളിയൻ വഴി ഒരു സ്ത്രീക്ക് വാടക വീട് അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതേതെങ്കിലും ബന്ധത്തിൽപ്പെട്ടവർക്കാണെങ്കിലോ? അല്ല, പിന്നെന്താ? ഇപ്പോഴത്തെ ഈ ഇളക്കവും വാടക വീടുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോ അത് വേറൊരു ബന്ധു ആവാനായല്ല. എന്തായാലും ഒന്ന് ഉറപ്പിക്കാം, എവിടെയോ നുടക്കിയിട്ടുണ്ട്. അല്ല, നേരെ പിടിച്ചാൽ വിസ്തരിച്ചാലോ? വെറുതെ ഒരക്ഷരം പറയില്ല, വഴുതി കളയും. എങ്കിൽ പിന്നെ കൂടുതൽ മുറുകാൻ പാകത്തിന് നമുക്ക് തൽക്കാലം ഒന്ന് അയച്ചു വിട്ടാലോ? അതെ അതെ, കളത്തിൽ കാലൊന്ന് ഉറയ്ക്കട്ടെ. പതുക്കെ പതുക്കെ. എന്താടോ, എന്തു പറ്റി? ഒന്നുമില്ല. ഒരു ക്ഷീണവും ഇടയ്ക്കിടയ്ക്ക് ഛർദിയും കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. ഡോക്ടറെ കാണിച്ചു. എന്താ, വരിക്കപ്ലാവിന്റെ ചക്ക വല്ലതും തിന്നോ? ഇല്ലില്ല. താൻ എന്താ ഈ പറയുന്നേ? സുഖമില്ലാതെ കുറച്ചു ദിവസമായിട്ട് തനിക്ക് ഇന്നേ സൗകര്യം കിട്ടുള്ളൂ ഡോക്ടറെ കാണിക്കാൻ? കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തിട്ട് മതിയെന്ന് മനഃപൂർവ്വം കരുതിയിട്ടാ. എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ തനിക്ക്? അച്ഛനും അമ്മയും വിട്ട് തന്നോട് ഇറങ്ങിപ്പോന്ന കുട്ടിയല്ലിടത്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? സാരമില്ലെന്ന്. താൻ വല്ല സാധാ LMB-ക്കാരെ ആയിരിക്കും കാണിച്ചത്. നല്ല സ്പെഷ്യലിസ്റ്റിനെ ആരെങ്കിലും? സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിച്ചത്. പക്ഷെ കുറച്ച് സമയം എടുക്കും. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ടെന്ന്. മരുന്നൊന്നും വേണ്ടാന്നോ? എന്റെ സാറേ, ഒരു 7-8 മാസം കഴിയുമ്പോ മാറാനുള്ളതേ ഉള്ളൂ. ഓഹ്, സാറേ സമ്മതിച്ചു സമ്മതിച്ചു സമ്മതിച്ചു. തലകറക്കവും ഛർദിന്ന് കേട്ടാൽ ഉടനെ അത് ഇന്നതാണെന്ന് ഗ്രഹിക്കാനും മാത്രമുള്ള വിവരം ഇക്കാര്യത്തിൽ എനിക്കില്ല. പോരെ, ഈ അജ്ഞാനം അകറ്റാൻ വേണ്ടിയല്ല എന്റെ ഭാര്യ. സ്വന്തം ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ ആയിക്കൂടെ ഞങ്ങൾ ചോദിക്കണേ അല്ലോ? അതെ അതെ, തുടങ്ങി. എന്ത് പറഞ്ഞാലും ഒടുക്കം വന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് നോക്ക്. നിങ്ങൾക്കൊക്കെ ഇത്ര പൊറുതി വിട്ടാ ഞാൻ എന്തോടെ പെരഞ്ഞു നിൽക്കുക? പിന്നെ അയ്യോ, മനസ്സിലായോ എന്തോ? പിന്നെ മനസ്സിലാവാതെ വരെ ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടപ്പോ ഇങ്ങോട്ടൊന്ന് വിശേഷം പറഞ്ഞ ആളല്ലേ? ഇവിടെ അടുത്ത് വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒന്ന് കാണാതെ പോകുന്നത് ഭംഗിയല്ലാന്ന് തോന്നി. നന്നായി ഇരിക്ക. വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. വീട്ടിലുണ്ടാക്കുക കുറെ പലഹാരമാണിത്. അതിലേറെ നന്നായി. വീട്ടിലുള്ളവരും കൂടി അറിഞ്ഞിട്ടാണ് ഈ വരവെന്നല്ലേ അതിന്റെ അർത്ഥം. സന്തോഷായി. ഞാൻ മോളെ വിളിപ്പിക്കാം. ഉണ്ണി. ഞാൻ വന്നത് മനസ്സിലായി. നമ്മൾ തമ്മിലൊരു മറ വേണ്ട. തമ്പുരാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു സങ്കോചം ഉണ്ടാവും. പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ അതില്ലാന്ന് വെച്ചാൽ തീർന്നില്ലേ പ്രശ്നം? ആ ഉണ്ണി സന്ധ്യ വിളിക്കാം. അച്ഛൻ എന്നാ വരികയെന്ന് കണ്ണീരോടെ നോക്കി നിൽക്കുക മകളും. വരണമെന്ന് മനസ്സിൽ തോന്നിയതോടെ അവിടെ തീർന്നു വാശിയും വഴക്കുമൊക്കെ. ഇനി ഒരു വളച്ചുകെട്ടൽ വേണ്ട തമ്പുരാൻ. ഇനി സന്തോഷമായിട്ട് ആ പലഹാരം മോളുടെ കയ്യിലോട്ട് കൊടുക്കുക. തൽക്കാലം നമുക്ക് ചെയ്യാവുന്ന ഉപകാരം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം. കൂട്ടിക്കൊണ്ടു പോവാൻ എപ്പോഴാ വേണ്ടത് ചോദിക്കാൻ അമ്മ പറഞ്ഞു. ആദ്യം അമ്മ വന്ന് എന്റെ കൂടെ കുറച്ചു ദിവസം നിൽക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ബാക്കി. ഈ വിചാരം ഇത്രനാൾ ഉണ്ടായില്ലല്ലോ. ആർക്ക്? എന്നെയല്ല എല്ലാരും വേണ്ടെന്ന് വെച്ചത്. ഇങ്ങനെ ഒരു മോളില്ലെന്ന് വരെ പറഞ്ഞില്ലേ? പറഞ്ഞു, അത്രയ്ക്ക് തന്നെ തോന്നി. പക്ഷെ പറഞ്ഞുകൊണ്ട് പെറ്റമ്മ അച്ഛനും അല്ലാണ്ടാവും മോളെ. അല്ലാതെ നിങ്ങൾ വെച്ചാലും എനിക്കല്ലാണ്ടാവും അച്ഛാ.
കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്ക. അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ. വരൂ. ടുംബ്രാശ്ശേരിക്കാരെന്ന് പറഞ്ഞ പഴയ സ്ഥാനികളും തറവാട്ടുകാരുമാ. മുത്തച്ഛന്റെ പേരാ ശേഖരൻ കുഞ്ഞിനിട്ടിരിക്കുന്നേ. പണ്ടും അതെ, ഒരു ശാഠ്യവും ബഹളവും ഒന്നുമില്ലാത്ത ശാന്ത പ്രകൃതിയായിരുന്നു. ഉള്ളതുകൊണ്ട് ഒതുങ്ങിക്കൂടും. പോകെ പോകെ അതൊരു തരമാക്കി എല്ലാരും. അമ്മയെ ഇളയത്തുങ്ങളെന്ന് വെച്ചാ അതിന് ജീവനാ. ആ നന്ദിയും കൂറും അവറ്റകൾക്കുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പോഴും ഒറ്റാന്തടിയായിട്ട് കഴിയേണ്ടി വരുമോ? സാറ് നേരത്തെ എത്തിയോ? ഇല്ല, വന്നേ ഉള്ളൂ. നാണിയമ്മയുടെ വക പുഷ്പാഞ്ജലിയായിരുന്നു. അസുഖം വന്നപ്പോ നേർന്നതാ. ഓ, അത് ശരി. ഭാര്യ സാറിനെ കുറിച്ച് പറയുമ്പോ നാണിയമ്മയ്ക്ക് 7 നാക്കാ. എങ്ങനെയെങ്കിലും സാറൊരു കല്യാണം കഴിച്ച് കുടുംബമായി കഴിയുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയത്രേ. എന്താ സാറേ കാര്യം? അതെ, തന്നോടാവുമ്പം വിശ്വസിച്ച് പറയാലോ. ആരോടെങ്കിലും പറയാതിരിക്കാനും വയ്യ. നിങ്ങളൊക്കെ നിർബന്ധിക്കാറില്ലേടൂ ഒരു കൂട്ടു വേണമെന്ന്? അതിന് പറ്റിയ ഒരാളെ കണ്ടുമുട്ടിയോ എന്നൊരു തോന്നൽ. ഉവ്വോ, ആരാ, എവിടെയാ? അത്രയ്ക്കൊന്നും വിസ്തരിക്കാറായിട്ടില്ലടോ. ജോലി സംബന്ധമായ യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരാൾ. പക്ഷേ ജീവിതത്തിലൊരു പങ്കാളി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരായാൽ കൊള്ളാമെന്ന് തോന്നി. സാറ് ബാക്കി ഡീറ്റെയിൽസ് ഇങ്ങ് തന്നോ, പിന്നത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. അങ്ങനെ ധൃതിപ്പെട്ടാൽ ശരിയാവില്ല. ആദ്യം അവരുടെ മനസ്സിലിപ്പോ എന്താണെന്നറിയണ്ടേ? എല്ലാം കൊണ്ടും ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ അറിയിക്കാനും ഇടപെടാനും പാടുള്ളൂ. മനസ്സറിയാൻ ഇട്ടുപിടിച്ചാ പോരെ? അതെങ്ങനെയാണോ? തന്റെ പ്രായത്തിൽ താൻ കാണിച്ച കുസൃതികളൊന്നും എന്റെ ഈ പ്രായത്തിൽ ശരിയാവില്ല. എന്നോട് അവർക്ക് താല്പര്യമുണ്ട്, സംസാരിച്ചിരിക്കുന്ന ഇഷ്ടമാണ് എന്ന് കരുതി ഉറപ്പ് പറയാറായിട്ടില്ലടൂ. എന്താ എന്താടോ? അല്ല, അവർക്ക് പ്രത്യേകമായി താല്പര്യമുള്ള എന്തെങ്കിലും ഫീൽഡ് ഉണ്ടോ? ഉണ്ട്. എന്താ? റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ട്. ഏകാന്തത ഇഷ്ടപ്പെടുന്ന പ്രകൃതമാണ്. ഓ, റീഡിംഗ് ഹാബിറ്റിന് ഏകാന്തതയും ഇതിനിടയിൽ എവിടെയാ സാറേ റൊമാൻസിന് സ്കോപ്പ്? അതൊന്നുമല്ല. ഇതൊന്നുമല്ലാതെ ഒന്ന് പുറത്തിറങ്ങി കിട്ടാനുള്ള എന്തെങ്കിലും ഹോബിയോ ശീലമോ അങ്ങനെ എന്തെങ്കിലും? അമ്പലങ്ങളിൽ പോവാറുണ്ട്. മതി. അപാര സാധ്യതകളല്ലേ സാറേ, ഭക്തി ലൈല്ലേ. അതാണ് അവരുടെ ദൗർബല്യമെങ്കിൽ നാളെ തൊട്ട് സാറുമാ ട്രാക്കി കയറി പിടിക്കും. ആ, ദാ വരുന്നു. ഞാൻ ചെല്ലാതെ അവള് ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ടാ. ഓൾ ദ ബെസ്റ്റ്.